പ്രകടന പത്രിക ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നു. പ്രതിമാസം സ്ത്രീകൾക്ക് 2000 രൂപ, അതോടൊപ്പം പ്രതിവർഷം 3 പാചകവാതക സിലിണ്ടറുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രകടന പത്രികയിൽ ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായം 8000 രൂപയാക്കും എന്ന പ്രഖ്യാപനം കൂടി ബി.ജെ.പി. പുറത്തിറക്കിയ ഈ പ്രകടന പത്രികയിൽ ഉണ്ട്. മനേഷ് മൂർത്തിയുണ്ട്. മനേഷ്, എന്തൊക്കെയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ? അണ്ണാ-ഡി-എം-കെ പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ കാണാം. കാരണം 297 വാഗ്ദാനങ്ങളാണ് അണ്ണാ-ഡി-എം-കെയുടെ പത്രികയിൽ ഉണ്ടായിരുന്നതിൽ ചിലത് എന്തായാലും ഈ ഒരു ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താമര വാക്കുരുതി എന്ന പേരിലാണ്, അതായത് താമരയുടെ വാഗ്ദാനങ്ങൾ എന്ന പേരിലാണ് ആ ഒരു മാനിഫെസ്റ്റോ ഇപ്പോൾ പുറത്തിറക്കിയിരുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസം നിലവിൽ നൽകുന്ന 1000 രൂപ 2000 രൂപയാക്കി ഉയർത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. അതായത് റേഷൻ കാർഡ് ഉടമകളായ സ്ത്രീകൾക്ക് 2000 രൂപ പ്രതിമാസം നൽകും. പ്രതിവർഷം 3 പാചകവാതക സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്നുള്ളതാണ് മറ്റൊരു വാഗ്ദാനം. കുറ്റകൃത്യമില്ലാത്ത സംസ്ഥാനമാക്കി തമിഴ്നാടിനെ മാറ്റം, അതായത് ക്രൈം റേറ്റ് വളരെ കൂടുതലാണ് എന്ന കാര്യം ജെ.പി. നദ്ദ പറയുന്നു. കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ പറയുന്നു 8000 കൊലപാതകങ്ങൾ ഈ 5 വർഷത്തിനിടെ നടന്നു. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതെയാക്കും, സീറോ ക്രൈം ഫ്രീ ആയി സംസ്ഥാനത്തെ മാറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകും. സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു വാഗ്ദാനം നൽകുന്നത്. കർഷകർക്ക് പ്രതിവർഷം 9000 രൂപ അവരുടെ അസിസ്റ്റൻസ് ആയി കർഷകർക്ക് നൽകും എന്ന് പറയുന്നു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായം അത് നിലവിൽ 6000 രൂപയാണ്, അത് 8000 രൂപയാക്കി ഉയർത്തും തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല ആരോഗ്യ മേഖല കേന്ദ്രീകരിച്ച് ഓരോ ജില്ലയിലും 3 ആംബുലൻസുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനമുള്ള ആശുപത്രികൾ തുടങ്ങിയ കാര്യങ്ങളും എന്തായാലും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഇതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രകടന പത്രികയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ എന്ന് പറയുന്നത് ഇതാണ്. മാത്രമല്ല ജെ.പി. നദ്ദ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു ക്രൈമിൻ്റെ സംസ്ഥാനമായി അല്ലെങ്കിൽ കൊലയുടെ ഒക്കെ സംസ്ഥാനമായി തമിഴ്നാടിനെ മാറ്റിയെടുക്കുകയാണ് ഈ 5 വർഷം കൊണ്ട് എം.കെ. സ്റ്റാലിൻ ചെയ്തത് എന്ന അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം കൂടി എന്തായാലും ജെ.പി. നദ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് പത്രിക പുറത്തിറക്കിയത്. ജി.കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.